ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി വീണ്ടും സ്ഥാനമേറ്റു. അദ്ദേഹത്തോടൊപ്പം ഉപമുഖ്യമന്ത്രിമാരായി അജിത് പവാറും ഏകനാഥ് ഷിൻഡെയും ചുമതലയേറ്റു. വലിയ ചർച്ചകൾക്കും ആശയക്കുഴപ്പത്തിനും ആശങ്കകൾക്കും ഒടുവിലാണ് ഫട്നാവിസിൻ്റെ സ്ഥാനാരോഹണം നടന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലപ്രഖ്യാപനവും പൂർത്തിയായി ദിവസങ്ങൾ പലതായി. 10-11 ദിവസം കഴിഞ്ഞിട്ടും ചർച്ചകൾ ഒരിടത്തും എത്തിയില്ല. നിലവിൽ മുഖ്യമന്ത്രിയായിരുന്ന ഏകനാഥ് ഷിൻഡെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വീണ്ടും അവകാശവാദം ഉന്നയിച്ചു. അദ്ദേഹം പറയുന്നത് ബീഹാറിൽ കുറവ് സീറ്റ് കിട്ടിയ പാർട്ടിയുടെ നേതാവായ നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി ആകാമെങ്കിൽ മഹാരാഷ്ട്രയിൽ കുറവ് സീറ്റുകൾ മാത്രമുള്ള തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിക്കാം എന്നാണ്. പക്ഷേ എന്തു ചെയ്യാം, ബീഹാറല്ല മഹാരാഷ്ട്രയല്ല ബീഹാർ. മഹാരാഷ്ട്രയിൽ അങ്ങനെ അത്ര വലിയൊരു ത്യാഗം ചെയ്യാൻ പാകത്തിന് വിശാല മനസ്കരല്ല BJP നേതാക്കൾ. അവരുടെ മുന്നണിക്ക് ഏതാണ്ട് 4-3 ഭൂരിപക്ഷമുണ്ട്. BJPക്ക് തനിയെ കേവല ഭൂരിപക്ഷത്തിൻ്റെ അടുത്ത സീറ്റുകളുണ്ട്. അധികം മസിൽ പിടിച്ചാൽ ഷിൻഡെയുടെ ശിവസേന ഒന്നുകൂടി പിളരും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. മാത്രമല്ല അജിത് പവാർ ഒരു കാരണവശാലും ഷിൻഡെ മുഖ്യമന്ത്രിയായി കാണാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. ഇതൊക്കെയാണെങ്കിലും ഷിൻഡെ പിടിച്ച പിടിയിൽ തന്നെ നിന്നു. ഒടുവിൽ നരേന്ദ്രമോദിയും അമിത്ഷായും നേരിട്ടിടപെട്ടാണ് ഷിൻഡെയെ കൊണ്ട് പഴയ അവകാശവാദത്തിൽ അല്പം മയം വരുത്താൻ സമ്മതിപ്പിച്ചത്. അപ്പോഴും അദ്ദേഹം മന്ത്രിസഭയിൽ ചേരുമോ, വെറും ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഈ ഷിൻഡെ പാലം വലിക്കും, അങ്ങനെ മഹാരാഷ്ട്രയിലെ സഖ്യം തകരും, മതേതരത്വം വീണ്ടും വിജയിക്കും എന്നൊക്കെ നമ്മുടെ നാട്ടിലെ ചില ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ മൗദൂദി ചാനലിലെ അടുപ്പൂട്ടി ചർച്ചക്കാർ പ്രത്യാശ പ്രകടിപ്പിച്ചു. പക്ഷേ എന്ത് ചെയ്യും, അവരുടെ എല്ലാ കണക്കൂട്ടിലും തെറ്റിച്ചുകൊണ്ട് ഏകനാഥ് ഷിൻഡെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് വെറുതെ കടലേം കുറിച്ചിരിക്കേണ്ടി വരും. പുള്ളിയുടെ പഴയ നേതാവായ ഉദ്ധവ് താക്കറയുടെ കൈ പിടിച്ച് ഏകീകൃത ശിവസേന ഉണ്ടാക്കേണ്ടി വരും എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അത്ര വലിയ റിസ്ക് എടുക്കാനായിട്ട് ഷിൻഡെ തയ്യാറായിരുന്നില്ല. ഉപമുഖ്യമന്ത്രിക്ക് ഉപമുഖ്യമന്ത്രി, എട്ടണമെങ്കിൽ എട്ടണ കിട്ടണതായി എന്ന് പറഞ്ഞ അദ്ദേഹം ഇപ്പോൾ കിട്ടിയ സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടാൻ തീരുമാനിച്ചു. ഇതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ ഈ മഹാരാഷ്ട്രയിലെ സകലവിധ കുത്തകളുടെയും വ്യവസായികളുടെയും പിന്തുണ ഈ BJP മുന്നണിക്കുണ്ടായി. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണാൻ അംബാനി വന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം അംബാനിയുടെ സ്പോൺസർഷിപ്പിലാണ് മഹാരാഷ്ട്രയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പോകുന്നത്. ഇനി ഉദ്ധവ് താക്കറെ ആയിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ ആ മുൻനിരയിൽ തന്നെ അംബാനി ഉണ്ടാകുമായിരുന്നു. രാഹുൽ ഗാന്ധി ഒഴിച്ച് ബാക്കി എല്ലാവർക്കും മുകേഷ് അംബാനിയോട് വലിയ സ്നേഹമാണ്. രാഹുൽ ഗാന്ധിക്ക് വരെ വളരെ സ്നേഹമായിരുന്നു. ഇപ്പോൾ സമീപ ദിവസങ്ങളിലാണ് പുള്ളിക്ക് ഈ അംബാനി ഒരു കുത്തകയാണെന്നും ഇദ്ദേഹം രാജ്യത്തെ മൊത്തം കൊള്ളയടിക്കുകയാണെന്നും വലിയ ചൂഷകനാണെന്നും മനസ്സിലായത്. അതുകൊണ്ട് ഇപ്പോൾ പുള്ളി വലിയ എതിർപ്പിലാണ്, കലിപ്പിലാണ്. പക്ഷേ ബാക്കി എല്ലാ രാഷ്ട്രീയക്കാർക്കും അംബാനിയെ വലിയ ബഹുമാനമാണ്. നമ്മുടെ നാട്ടിലെ CPM പോലും അംബാനിയെ സ്വകാര്യമായി കാണുകയാണെങ്കിൽ കൈകൂപ്പുകയും അദ്ദേഹത്തോട് കുശല പ്രശ്നം നടത്തിച്ച്. പക്ഷേ രാഹുൽ ഗാന്ധി കലിപ്പിലാണ്. അദ്ദേഹം അംബാനിയുടെ മകൻ്റെ കല്യാണത്തിന് വിളിച്ചിട്ട് പോലും പോയില്ല. അപ്പോൾ ഏതായാലും മുകേഷ് അംബാനി പത്നി സമേതനായിട്ട് സത്യപ്രതിജ്ഞാണം വന്നിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് സച്ചിൻ ടെണ്ടുൽക്കറും ഭാര്യയും സത്യപ്രതിജ്ഞയ്ക്ക് വന്നിരുന്നു. കൂടെ സിനിമാ നടന്മാരായ സൽമാൻ ഖാനും ഷാരൂഖ് ഖാനും ഉണ്ടായിരുന്നു. എനിക്ക് സങ്കടമില്ല, ഈ ഖാന്മാരെ സമുദായത്തിൽ നിന്ന് പുറത്താക്കുമോ അവർ കുലം കുത്തികളായിട്ട് പ്രഖ്യാപിക്കുമോ എന്നറിയില്ല. മിക്കവാറും ഇന്ന് വൈകുന്നേരം അടുപ്പൂട്ടി ചർച്ചയുടെ വിഷയം വർഗവഞ്ചകന്മാരായ ഖാന്മാരെ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതായിരിക്കും. ദാവൂദ് സാഹിബിൻ്റെ അഭിപ്രായം കേൾക്കാൻ ഞാൻ വളരെ ഔത്സുക്യപൂർവ്വം കാത്തിരിക്കുക. അങ്ങനെ മഹാരാഷ്ട്ര മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തു. മഹാരാഷ്ട്രയിൽ ഏത് മന്ത്രിസഭ വന്നാലും ഈ കുത്തകകളുടെ പിന്തുണ അനിവാര്യമാണ്, അത്യാവശ്യമാണ്. അതില്ലാതെ തുടരാൻ പറ്റുകയില്ല. കുത്തകകളെന്ന് പറയുമ്പോൾ വ്യവസായ രംഗത്തെ കുത്തകൾ മാത്രമല്ല, രാഷ്ട്രീയത്തിലെ കുത്തകൾ, കള്ളപ്പണക്കാരുടെ കുത്തകൾ, സിനിമാ രംഗത്തെ കുത്തകൾ, പ്രത്യേകിച്ച് ശിവസേനയും ബോളിവുഡും തമ്മിലുള്ള ബന്ധം വളരെ സുവിദിതമാണ്. ഏകനാഥ് ഷിൻഡെ മുഖ്യമന്ത്രി ആയാലും ശരി, ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രി ആയാലും ശരി, ശരത് പവാർ മുഖ്യമന്ത്രി ആയാലും ശരി, ആന്ദുലെ മുഖ്യമന്ത്രി ആയാലും ശരി, എല്ലാവരും സിനിമാ നടന്മാരുമായിട്ടും സിനിമാ നടികളുമായിട്ടും വലിയ അടുത്ത ബന്ധം പുലർത്തുന്നവരാണ്. ഇപ്പോഴും അതിൻ്റെ യാതൊരു മാറ്റമില്ല. അതുകൊണ്ടാണ് ഈ പറഞ്ഞ യോഗ്യന്മാരൊക്കെ അവിടെ വന്നത്. ബാൽ താക്കറെ ആയിരുന്നു ഈ സിനിമക്കാരുടെ ഒരു തലതൊട്ടപ്പൻ എന്ന് പറയും. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ കണ്ണടച്ചു. പുള്ളിയുടെ പിൻഗാമിയായിട്ട് ഉദ്ധവ് താക്കറെ ഇല്ല എങ്കിൽ പോലും ആ സ്ഥാനത്ത് ഏകനാഥ് ഷിൻഡെയും
ഷിൻഡെയുടെ പുതിയ മുതലാളിയായ ഫട്നവിസിനെ അംഗീകരിക്കാൻ ബോളിവുഡ് സിനിമാ ലോകം തയ്യാറാണ് എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ സൽമാൻ ഖാൻ്റെയും അതുപോലെ നമ്മുടെ ഷാരൂഖ് ഖാൻ്റെയും സാന്നിധ്യം എന്ന് ഞാൻ കരുതുന്നു. ഇനി അങ്ങോട്ട് എല്ലാ സിനിമയിലും BJPയുടെ രാഷ്ട്രീയ ആദർശങ്ങളെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പിന്തുണയ്ക്കുന്ന ദൃശ്യങ്ങളും ഗാനങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ സൽമാൻ ഖാൻ്റെയും അതുപോലെ ഷാരൂഖ് ഖാൻ്റെയും കൂടെ ആമിർ ഖാൻ പോയില്ല എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം ഈ വക കാര്യങ്ങളൊക്കെ താത്വികമായ നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയാണ്. പിന്നെ നസറുദ്ദീൻ ഷായെ പോലെ അല്ലെങ്കിൽ ഷബന ആസ്മിയെ പോലെയുള്ള ചില കുലംകുത്തികളാണ്. ഈ കച്ചവട സിനിമക്കാരാണ് പൊതുവെ രാഷ്ട്രീയ പാർട്ടിക്കാരുമായിട്ട് ചങ്ങാത്തം വച്ചുള്ളത്. ആർട്ട് സിനിമക്കാർ ഇവരോടൊക്കെ വലിയ പുച്ഛമുള്ളവരാണ്. അവരൊന്നും ഒരു സത്യപ്രതിജ്ഞയ്ക്ക് പോകാറില്ല, ഈ സത്യപ്രതിജ്ഞയ്ക്ക് പോയിട്ടില്ല. അപ്പോൾ ഏതായാലും ഫട്നാവിസിൻ്റെ ഭരണം ഇവിടെ ആരംഭിക്കുകയാണ്. മഹാരാഷ്ട്രയുടെ പിന്തുണ എന്ന് പറയുന്നത് ഭരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം വ്യവസായികളാണ്, വലിയ വാണിജ്യ സ്ഥാപനങ്ങൾ നടത്തുന്നവരാണ്, ഓഹരി കമ്പോളം നിയന്ത്രിക്കുന്നവരാണ്, സിനിമാ വ്യവസായം നിയന്ത്രിക്കുന്നവരാണ്. അവരൊക്കെ പിന്തുണയെങ്കിൽ മാത്രമേ ഈ രാജ്യത്ത് ഏത് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ദിവസമാണ് ഈ മഹാരാഷ്ട്രയിൽ ഈ സർക്കാർ അധികാരമേറ്റ ദിവസം. BJPയുടെ ഭരണം തുടങ്ങിയിട്ട് ഏതാണ്ട് 10 വർഷം പൂർത്തീകരിച്ചു. ഇടയ്ക്ക് ഏകനാഥ് നമ്മുടെ താക്കറെ ഒരു ചെറിയ കൈവിട്ട കളി കഴിച്ചു ഓടിച്ചാൽ പ്രധാനപ്പെട്ട സംസ്ഥാനത്ത് BJP പിടിമുറുക്കി കഴിഞ്ഞു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം. അവർക്ക് വ്യവസായികളുടെ മറ്റെല്ലാ മൂലധന ശക്തികളുടെയും ശക്തമായ പിന്തുണയുണ്ട് എന്ന കാര്യവും ഇതോടെ സ്പഷ്ടമായി. ഇനി അങ്ങോട്ട് ഫട്നാവിസിൻ്റെ ദിവസങ്ങളാണ്. ഒരു പക്ഷേ നരേന്ദ്രമോദിക്ക് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ കൂടി സാധ്യതയുള്ള ആളാണ് ഇദ്ദേഹം എന്നെനിക്ക് തോന്നുന്നു. അതിൻ്റെ കാര്യങ്ങളും കാരണങ്ങളൊക്കെ പിന്നീടൊരു അവസരത്തിൽ വെളിപ്പെടുത്താം. ഏതായാലും ഫട്നാവിസിനും അദ്ദേഹത്തിൻ്റെ സംഘത്തിനും വിജയം ആശംസിക്കുന്നു. ഇപ്പം ഞാൻ ആശംസിച്ചാലും ഇല്ലെങ്കിലും വ്യവസായികളുടെ പിന്തുണ കൊടുത്തോളം കാലം അദ്ദേഹത്തിന് വളരെ ഡീസൻ്റായിട്ട് ഭരിക്കാൻ പറ്റും. പിന്നെ കേന്ദ്ര നേതൃത്വം ഇദ്ദേഹത്തിനെതിരല്ല എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ. ഏതായാലും ഇനി അങ്ങോട്ട് ഫട്നാവിസിൻ്റെ ദിവസങ്ങളാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.